വൻ അപകടമുണ്ടാക്കാവുന്ന രീതിയിൽ ആശുപത്രി വളപ്പിനുള്ളിൽ നിൽക്കുന്ന 2 വൻമരങ്ങൾ ജനങ്ങൾക്ക് ഭീഷണിയാവുകയാണ്. അധികാരികൾക്ക് മുന്നിൽ പലതവണ വിവരം ചൂണ്ടിക്കാട്ടിയിട്ടും അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്ന് നാട്ടുകാർ. എറണാകുളം ജില്ലയിൽ എടക്കാട്ടുവയൽ പഞ്ചായത്തിലെ തൊട്ടൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ വളപ്പിനുള്ളിലാണ് മരങ്ങൾ നിൽക്കുന്നത്. എറണാകുളം ജില്ലയിൽ എടക്കാട്ടുവയൽ പഞ്ചായത്ത് 8-ാം വാർഡിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ വളപ്പിനുള്ളിലാണ് അപകടാവസ്ഥയിലുള്ള മരങ്ങൾ നിൽക്കുന്നത്. ഇത് മുറിച്ചു നീക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന കൂറ്റൻ അരയാലും കരിന്തകരയുമാണ് പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നത്. കഴിഞ്ഞ വർഷം തന്നെ ആശുപത്രി മോണിറ്ററിംഗ് കമ്മിറ്റി അപകടാവസ്ഥയിലുള്ള 2 മരങ്ങളും മുറിച്ചു നീക്കണമെന്ന ആവശ്യമുന്നയിച്ച് പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഈ മഴക്കാലത്തും നടപടിയായിട്ടില്ലെന്ന് ആശുപത്രി മോണിറ്ററിംഗ് കമ്മിറ്റി അംഗവും തൊട്ടൂർ റിക്രിയേഷൻ ക്ലബ്ബ് മെമ്പറുമായ TM സജി A2Z ന്യൂസ് മലയാളം 24-നോട് പറഞ്ഞു. നമ്മുടെ എടക്കാട്ടുവയൽ പഞ്ചായത്തിൽ 8-ാം വാർഡ് തൊട്ടൂർ PHC വളരെ അപകട നിലയിൽ ഒരു ആൽമരവും പിന്നെ അതുപോലെ തന്നെ വേറൊരു പാഴ്മരവും നിൽപ്പുണ്ട്. അത് കഴിഞ്ഞ വർഷം HMC തീരുമാനം എടുത്താണ് ഈ ആൽമരം മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി. വനം വകുപ്പുമായിട്ടുള്ള ബന്ധപ്പെട്ട് ഒക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് 1 വർഷമായിട്ടും ഇതിന് യാതൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് അധികൃതരുടെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു റിപ്പോർട്ട് ഇങ്ങനെ എടുക്കുന്നത്. എത്രയും വേഗം അത്തരത്തിലൊരു നടപടിയിലേക്ക് പോയില്ലെങ്കിൽ ഇതിൻ്റെ ഈ ആലിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന റിക്രിയേഷൻ ക്ലബ്ബും അതുപോലെ തന്നെ ഈ ആശുപത്രിയുടെ ക്വാർട്ടേഴ്സ് ഉണ്ട്, അവിടെ ഇതിൻ്റെ ഒരു സ്റ്റാഫും കുടുംബവും അവിടെ താമസിക്കുന്നുണ്ട്. അവർക്കും ഈ ആല് ഇത്ര അപകട നിലയിൽ നിൽക്കുന്നതുകൊണ്ട് വളരെ ഭീഷണിയാണ്. ഇത് കഴിഞ്ഞ കാറ്റത്തും മഴയത്തൊക്കെ അവർ എല്ലാവരും ഈ സൈഡിലുണ്ടായിരുന്നതും വഴിയിലുണ്ടായിരുന്നവർക്ക് ഇറങ്ങി ഓടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു. എത്രയും വേഗം അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തി ഇതിന് തീരുമാനം ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാരെന്നുള്ളതിലും HMC എന്നുള്ളതിലും അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്തവണയുണ്ടായ കനത്ത കാറ്റിലും മഴയിലും വേരിളകിയ നിലയിലാണ് 2 മരങ്ങളും. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഫാർമസിസ്റ്റും അവരുടെ കുട്ടിയും താമസിക്കുന്ന ആശുപത്രി ക്വാർട്ടേഴ്സിന് മുകളിലേക്ക് വൻ ശിഖരങ്ങൾ ചാഞ്ഞു നിൽക്കുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. ആശുപത്രിക്ക് മുൻപിലുള്ള റിക്രിയേഷൻ ക്ലബ്ബ്, ബസ് കാത്തിരിപ്പ് കേന്ദ്രം, സമീപത്തുള്ള വ്യാപാര സ്ഥാപനം എന്നിവയൊക്കെ ഈ മരങ്ങൾ കടപുഴകിയാൽ തകരുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. കോട്ടയം, എറണാകുളം ജില്ലകളിൽ നിന്നുള്ള 200-ലധികം പേരാണ് ദിവസവും ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി എത്തുന്നത്. വനം വകുപ്പിന്റെ അനുമതി കിട്ടാത്തതാണ് മരം മുറിച്ചു മാറ്റാൻ തടസ്സമാകുന്നതെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. എന്നാൽ കളക്ടർ ഉൾപ്പെടെയുള്ളവരുടെ അറിയിപ്പുണ്ട് മഴക്കാലത്ത് അപകടകരമായ രീതിയിൽ വളർന്നു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റി സുരക്ഷിതമാക്കണമെന്നും എന്തെങ്കിലും അപകടമുണ്ടായാൽ അതിനുത്തരവാദി ഉടമസ്ഥൻ ആയിരിക്കുമെന്നും. എന്നാൽ ഈ മരങ്ങൾ മുറിഞ്ഞ് അപകടമുണ്ടായാൽ ആരായിരിക്കും ഉത്തരവാദിയെന്നും നാട്ടുകാർ ചോദിക്കുന്നു. അടിയന്തരമായി മരങ്ങൾ മുറിച്ചു നീക്കാൻ ജില്ലാ ദുരന്ത നിവാരണ കേന്ദ്രം അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർക്ക് പരാതി നൽകാനുള്ള നീക്കത്തിലാണ് പ്രദേശവാസികൾ. A2Z ന്യൂസ് മലയാളം 24.